ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ CSEB എക്സാമിന് ആദ്യമായിട്ട് തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റാണ് കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ബാക്കിയുള്ള ബാങ്കിങ് ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, കോപ്പറേഷൻ ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ CSEB ലോ എന്ന് പറയുമ്പോൾ നമ്മൾ BCom അല്ലെങ്കിൽ HDC JDC ക്ലാസ്സിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ 110 സെക്ഷനും 201 റൂളുകളും നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് അവിടെ നിന്നും കൂടുതൽ മാർക്കുകൾ സെക്യൂർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ മാർക്കുകൾ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും? അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു ക്ലാസ്സാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ട് അല്ലേ? അപ്പോൾ കേരളത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി, തിരുവിതാംകൂർ ആ ഒരു നാട്ടുരാജ്യങ്ങളുടെ സമയത്ത് തന്നെ നമ്മളുണ്ടായിരുന്നു, കോപ്പറേഷൻ ഉണ്ടായിരുന്നു അല്ലേ? 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതുപോലെ 14 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നൊക്കെ ആക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പിന്തുടർച്ചയായിട്ട് കേരളം രൂപം കൊണ്ടു കഴിഞ്ഞപ്പം കൊച്ചിൻ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നു. അതിൻ്റെ ശേഷം കേരളം രൂപം കൊണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന ആക്റ്റും കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ, കേരളത്തിലെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ 1919 എന്തായി, കോപ്പറേഷൻ സ്റ്റേറ്റ് സബ്ജക്റ്റായി. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസ് തുടങ്ങുവാനായിട്ട് പറ്റി. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഹാവ് ഇറ്റ്സ് ഓൺ ആക്ട് ഓൺ കോപ്പറേഷൻ. എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട്, അവരുടേതായ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഉണ്ട്. കാരണം എന്താണ്, 1919 കോപ്പറേഷൻ എന്തായി, മൊണ്ടേഗ്യൂ സെംസ്ഫോർഡ് റിഫോംസ് പ്രകാരം സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട്. ഇനി ഈ ഒരു ലോ എന്ന് പറയുന്നത് നമ്മുടെ 1904 അതുപോലെ 1912 ആക്ടിനെ തുടർന്ന്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിൻ്റെ പിന്തുടർച്ച ആയിട്ടായിരുന്നു. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്നത് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു. ആ ഒരു ആക്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മാത്രം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ആ ഒരു ആക്ടിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ടിന് കാരണമായ, അല്ലെങ്കിൽ ഈ ഒരു ആക്ട് കൊണ്ടുവരാൻ വേണ്ടി കാരണമായ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേര് എഡ്വേർഡ് ലോ കമ്മിറ്റി എന്നാണ്. ആ കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ളത് H. ഡ്യൂപ്പർനിക്സ്. നമുക്ക് പേര് പരിചയമുണ്ട് അല്ലേ, H. ഡ്യൂപ്പർനിക്സ്. അദ്ദേഹം ആരാണ്? പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയ ആളല്ലേ, അദ്ദേഹവും. അടുത്തത് നമ്മുടെ ഫെഡറിക് നിക്കോൾസൺ ആരാണ്? നമ്മുടെ ഇന്ത്യയിലെ കോപ്പറേഷൻ്റെ പിതാവ്. അപ്പോൾ ഈ 3 പേരും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപം കൊണ്ടിട്ടാണ് 1904 ആക്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിനെ നമ്മുടെ ഡാനിയൽ ഹാമിൽട്ടൺ എന്താണ് വിശേഷിപ്പിച്ചത്? പോവർട്ടി ടു പ്ലെൻറ്റി എന്ന് വിശേഷിപ്പിച്ചു. ഇനി അതിനുശേഷം 1912 നമ്മുടെ 1904 ആക്ടിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് പുതിയൊരു ആക്ട് വരുന്നു. അപ്പം ഈ 2 ആക്ടുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കോപ്പറേറ്റീവ് ലോസ് പിന്തുടർന്ന് വന്നിരിക്കുന്നത്. അക്കോർഡിംഗ്ലി ദി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 15 May 1969. എന്നാണ് KCS ആക്ട് നിലവിൽ വരുന്നത്? May 15, 1969. അതുപോലെ എത്ര സെക്ഷൻസ് ആണുള്ളത്? 110 സെക്ഷൻസും 201 റൂളുകളുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 110 സെക്ഷൻസിനെ എത്രയായിട്ട് ഈ ഒരു 110 സെക്ഷൻസിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 16 ചാപ്റ്ററായിട്ടും നമ്മുടെ 201 റൂളുകളെ 15 ചാപ്റ്ററായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബേസിക് ആയിട്ട് നമ്മുടെ ലോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു പേജിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാവേ, കട്ടാണ്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കോപ്പറേറ്റീവ് ലോയുടെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഒറ്റ സ്ലൈഡിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാണ് ഈ ഒരു ആക്ട് വന്നത്? 15/5/1969 വന്നിരിക്കുന്നത്. 110 സെക്ഷൻസ് ഉണ്ട്. ആ ഒരു സെക്ഷൻസ് 16 ചാപ്റ്ററാണ്. റൂൾ നമുക്ക് എത്രയാണ്? 201 റൂളുകളുണ്ട്. എത്ര ചാപ്റ്ററാണ്? 15 ചാപ്റ്റർ ആയിട്ടാണുള്ളത്. പിന്നെ നമുക്ക് 3 അപ്പൻഡിക്സ് ഉണ്ട്, 3 ഷെഡ്യൂളുകളുണ്ട്. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം, കോഡ് വെച്ച് പഠിക്കാം. അപ്പൻഡിക്സും ഷെഡ്യൂളും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് കോഡ് വെച്ച് പഠിച്ച് നമുക്ക് കൃത്യമായിട്ട്
ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ലിസ്റ്റ് ഓഫ് സൊസൈറ്റീസ് in which the direct recruitment shall be made from the selected list of the candidates furnished by PSC. അതായത് MV രാഘവൻ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് നമ്മുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അപ്പോയിൻമെൻറ്റ് ആർക്ക് വിട്ടു? PSCക്ക് വിട്ടു. അപ്പം ആ സൊസൈറ്റികളുടെ പേര് അല്ലെങ്കിൽ ആ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരാണ് ഒന്നാമത്തെ ഷെഡ്യൂളിൻ്റെ അകത്തുള്ളത്. അപ്പം രണ്ടാമത്തെ ഷെഡ്യൂൾ എന്താണ്? പ്രിൻസിപ്പിൾസ് ആണ്. നമ്മുടെ പ്രിൻസിപ്പിൾസ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് തരുന്നത് ആരാണ്? ICA ആണ്. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആദ്യം വന്നത് എപ്പോഴാണ്? നമുക്ക് റോക്ക്ഡെയിൽ പൈനേഴ്സ് ആണല്ലേ, റോക്ക്ഡെയിൽ പൈനേഴ്സ്. പിന്നീട് ICA എന്ത് ചെയ്തു? റോക്ക്ഡെയിൽ പൈനേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ നമുക്കൊരു 4 സ്റ്റേജസിലായിട്ടാണ് നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത് വന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾസ് ആണ് എന്ത് നമ്മുടെ ഷെഡ്യൂൾ 2 വരുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾസിനെ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ 2 ECCCയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2 ECCയിലാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് 7 പ്രിൻസിപ്പിളാണ് ഉള്ളത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പാണ്. അതായത് ഒരു കോമൺ എക്കണോമിക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് സ്വമേധയാ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആകുവാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു പുതിയൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങണമെങ്കിൽ എത്ര പേര് വേണം? കേരളത്തിലെ ആക്ട് പ്രകാരം നമുക്ക് 25 മെമ്പേഴ്സ് ഫ്രം ഡിഫറൻറ്റ് ഫാമിലി അല്ലേ, 25 മെമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി വേണം. അപ്പോൾ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, കയർ ഹാൻഡ്ലൂം ഒഴികെയുള്ള ബാക്കി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന് എത്ര മതി? 10 മെമ്പേഴ്സ് മതി. ഇനി ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാകണമെങ്കിൽ എത്ര വയസ്സ് വേണം? 18 വയസ്സ് പൂർത്തിയാകണം. എന്നാൽ സ്കൂള് കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഈ ഒരു 18 വയസ്സ് ബാധകമല്ല അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഇനി അടുത്തത് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? ഡെമോക്രാറ്റിക്കലി ആണ് കൺട്രോൾ ചെയ്യുന്നത്. മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടി എലക്ട് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് വേണ്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. എന്നാൽ തന്നെ ഇവിടുത്തെ സുപ്രീം അതോറിറ്റി ആരാണ്? ജനറൽ ബോഡിയാണ്. എന്നാൽ മാനേജ്മെന്റ് കമ്മിറ്റി ഇവിടെ നമുക്ക് ഡെമോക്രാറ്റിക്കലി മാനേജ് ചെയ്യുന്നു പറയാൻ കാരണം എന്താണ്? ഇവിടെ ഫോളോ ചെയ്യുന്നത് 1 man 1 vote ആണ്. ഒരു ആൾക്ക് ഒരു വോട്ട്. ഇത് ഡെമോക്രസിയുടെ പ്രിൻസിപ്പിളാണ്. എന്നാൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അവിടെ ഒരു ഷെയറിന് ഒരു വോട്ടാണ്. അപ്പോൾ കൂടുതൽ പൈസ അല്ലെങ്കിൽ കൂടുതൽ ഷെയർ ഉള്ള ആൾക്കാർക്ക് അവിടെ എന്ത് ചെയ്യുക? കൂടുതൽ അധികാരം കിട്ടുക അല്ലേ. ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളത്. ഇനി മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ്. ഇനി ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. അടുത്തത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. ഈ ഒരു പ്രിൻസിപ്പിളിന് കുറച്ച് കൂടുതൽ പ്രത്യേകതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു 4 സ്റ്റേജസ് ആയിട്ടാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തു വന്നത്? ഡെവലപ്പ് ചെയ്ത് വന്നത്. ഈ ഒരു 4 സ്റ്റേജിലും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രിൻസിപ്പിളാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേഷൻ എന്തിനു കൂടി ഊന്നൽ നൽകുന്നുണ്ട്? വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് കൂടി ഊന്നൽ നൽകുന്നുണ്ട്. ഇനി 6ാമത്തത് കോപ്പറേഷൻ എമോങ് കോപ്പറേറ്റീവ്സ്. ഈ ഒരു പ്രിൻസിപ്പിളും പ്രത്യേകതയുണ്ട്. എന്താണ് ഈ ഒരു പ്രിൻസിപ്പിൾ അറിയപ്പെടുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് അല്ല എങ്കിൽ കാർവേസ് അഡീഷൻ. നമ്മുടെ കാർവേ കമ്മിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുണ്ടായിരുന്ന DG കാർവേനെ ICA എന്ത് ചെയ്തു? ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റീഫോർമുലേറ്റ് ചെയ്യാനായിട്ട് അപ്പോയിന്റ് ചെയ്തു. അന്നേരം അദ്ദേഹം പഠിച്ചതിന് ശേഷം അഡീഷണൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് കൊടുത്ത ഒരു പ്രിൻസിപ്പിളാണ് ഈ ഒരു കോപ്പറേഷൻ എമോങ് കോപ്പറേറ്റീവ്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് കാർവേസ് പ്രിൻസിപ്പിൾ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഇനി 7ാമത്തതും സുപ്രധാനമായ മറ്റൊരു പ്രിൻസിപ്പിളാണ് ഇത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ കോപ്പറേറ്റർ എന്താണ്? നമ്മുടെ സൊസൈറ്റിക്ക് കൂടി എന്ത് ചെയ്യണം? കൺസേൺ കൊടുക്കുക, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കണമെന്ന് പറയുന്നു. ഈ ഒരു പ്രിൻസിപ്പിളാണ് ഏറ്റവും അവസാനം ആഡ് ചെയ്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് ഇവാൻ മക്ഫേഴ്സൺ, കാനഡക്കാരനായ ഇവാൻ മക്ഫേഴ്സൺ ഹെഡായിട്ടുണ്ടായിരുന്ന കമ്മിറ്റിയാണ് ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ 2ാമത്തെ ഷെഡ്യൂൾ പഠിച്ചു. ഇനി 3ാമത്തെ ഷെഡ്യൂൾ നോക്കാം. എന്താണ്? ലിമിറ്റേഷൻ പീരീഡ്. സെക്ഷൻ 69 സബ്സെക്ഷൻ 4 പ്രകാരമുള്ള ലിമിറ്റേഷൻ പീരീഡ് പറയുന്നത് ഷെഡ്യൂൾ 3ലാണ്. പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ ഫയലിംഗ് മോണിറ്ററി ഡിസ്പ്യൂട്ട് 3 years.
അതായത് മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ കട്ടാണ് നമ്മുടെ മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാനുണ്ട് എങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻ പീരീഡ് എത്രയാണ്? 3 വർഷമാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ഷെഡ്യൂളുകൾ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൻഡിക്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഷെഡ്യൂളുകൾ മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ ഷെഡ്യൂൾ എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? അതിന് നമുക്കൊരു കോഡ് വെക്കാം. കോഡ് ഇതാണ്. PSCയിലെ പ്രിൻസിപ്പളിന് ടൈം ലിമിറ്റ് ഇല്ല. പുള്ളി എന്താണ് PSCയിലെ പ്രിൻസിപ്പൽ എന്തില്ല? ടൈം ലിമിറ്റ് ഇല്ല. പുള്ളി ഒരു ലിമിറ്റും ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്താണ് PSC? ഈ ഒന്ന് നമുക്കറിയാം. MV രാഘവൻ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ PSCക്ക് വിട്ട അപ്പോയിൻമെന്റ് വിട്ട നമ്മുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇതാണ് നമ്മുടെ എന്തിൽ പറയുന്നത്? നമ്മുടെ ഷെഡ്യൂൾ 1 പറയുന്നത്. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ആണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. 3 ടൈം ലിമിറ്റ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇനി അപ്പൻഡിക്സ് ആണോ ഷെഡ്യൂൾ ആണോ എന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ ടൈം ലിമിറ്റ് ഇല്ല എന്ന് പറയാം, ടൈം ഷെഡ്യൂൾ ഇല്ല എന്ന് പഠിക്കാം. ടൈം ഷെഡ്യൂൾ ഇല്ല. അദ്ദേഹത്തിന് യാതൊരു ടൈം ടേബിൾ ഒന്നും ഇല്ലാത്ത ആളെന്ന് വിചാരിക്കാം. ഒരു ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്യാത്ത ആളാണ് PSCയിലെ പ്രിൻസിപ്പൽ കേട്ടോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ടൈം ഷെഡ്യൂൾ ഇല്ല. അപ്പം എന്താണ് PSCയിലെ പ്രിൻസിപ്പലിന് ടൈം ഷെഡ്യൂൾ ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഷെഡ്യൂളിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്ന 3 കോഡ് അല്ലെങ്കിൽ ഈ ഒരു കോഡ് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതുപോലെ നമുക്ക് രസകരമായ കോഡുകളിൽ കൂടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുവാനായിട്ട് പറ്റും. നമ്മൾ 110 സെക്ഷൻസും 201 റൂളുകളെയും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്യാപ്സൂൾ പരുവത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കോഡുകൾ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പഠിച്ച നമ്മുടെ കൂടുതൽ മാർക്ക് ലോയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. 15 മാർക്കാണ് നമുക്ക് കോപ്പറേറ്റീവ് ലോ വരുന്നത്. ആ 15 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്ലാസ്സുകളിൽ കൂടി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ലോയും എല്ലാ സബ്ജക്റ്റും 1 മുതൽ പഠിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബിഗിനേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 89 21 44 05 80. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കോഴ്സിന് ഡ്യൂറേഷൻ വരുന്നത് 6 മാസമാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്, മെൻറ്റർഷിപ്പ് ക്ലാസ്, PDF നോട്ട്, അതുപോലെ ഡെയിലി എക്സാമും വീക്കിലി എക്സാമും, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സാണ് നമുക്കുള്ളത്. അതുപോലെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ, ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഡൗട്ട് അന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, അങ്ങനെ എപ്പോഴും അവൈലബിൾ ആകുന്ന ഫാക്കൽറ്റീസ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് നമ്മുടെ ഈ ബാച്ചിനുള്ളത്. അപ്പം ഈ നമ്മുടെ ബാച്ചിനെ കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. ആ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്